അമീന, നീ ഹോംവർക്ക് ചെയ്തോ? ഇല്ലാടി, ഞാൻ ചെയ്തില്ല. അതെന്താ? എല്ലാം ചെയ്യാറുള്ളതല്ലേ, ഇന്നു മാത്രം എന്താ നീ ചെയ്യാതെ വന്നേ? അത് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ നീ മിസ്സിന് വാക്ക് കൊടുത്തതല്ലേ ഇന്ന് ചെയ്യാന്ന്, പിന്നെന്താ ചെയ്യാത്തേ? അതൊക്കെ ശരിയാ, പക്ഷേ... എന്താ ഒരു പക്ഷേ? സ്വർഗം കിട്ടണ കാര്യല്ലേ. വാ, നീ വേഗം ഹോംവർക്ക് ചെയ്തോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അതല്ലാടി ആലിയ, എന്റെ വാപ്പി നമസ്കരിക്കൂലെന്ന് നിനക്കറിയില്ലേ? എന്റെ വാപ്പി നരകത്തിൽ പോകും, എനിക്ക് പേടിയാകുന്നു. അതാണോ കാര്യം? അതിനൊരു വഴിയുണ്ട്. നമസ്കരിക്കാത്തവർ നരകത്തിൽ പോകും എന്ന് പോസ്റ്റർ എഴുതി നിന്റെ വീട്ടിൽ ഒട്ടിക്കാം. അതൊന്നും ശരിയാവൂലാടി ആലി, എന്റെ വാപ്പി അതൊന്നും ശ്രദ്ധിക്കാറില്ല. എന്റെ വാപ്പിക്ക് സ്വർഗത്തിന്റെ താക്കോല് കിട്ടൂല. മിസ് പഠിപ്പിച്ചില്ലേ, നമസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്ന്. ആലിയ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഹാപ്പി ഡേയാ. മാഷാ അല്ലാഹ്, ബർത്ത്ഡേ ആയിരിക്കുമല്ലേ? അതൊന്നുമല്ല മിസ്സേ, അതിനേക്കാളും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യാ. അതെന്താ ഇത്ര വലിയ സന്തോഷം? അതില്ലേ മിസ്സേ, എന്റെ വാപ്പി നമസ്കരിക്കാൻ തുടങ്ങി. ഇനി ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാരും സ്വർഗത്തിൽ പോവില്ലേ മിസ്സേ? പിന്നെ അല്ലാതെ, തീർച്ചയായും എല്ലാവരും സ്വർഗത്തിൽ പോകും. മിടുക്കി, നീ ഇതെങ്ങനെ സാധിച്ചു? അതൊക്കെ ഉണ്ട്, എന്റെ വാപ്പി സൂപ്പറായി. അൽഹംദുലില്ലാ, ഞങ്ങളെ എല്ലാരെയും നീ സ്വർഗത്തിലാക്കണേ നാഥാ. വാപ്പി വന്നു, വാ ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. നിനക്ക് ഇഷ്ടപ്പെട്ട കുഴിമന്തി കൊണ്ടുവന്നിട്ടുണ്ട്, വാ. എനിക്കൊന്നും വേണ്ട പറഞ്ഞില്ലേ, എനിക്കൊന്നും വേണ്ട. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി ഒരേ ഇരിപ്പാ, ഇതുവരെ വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്താ മോളെ നിനക്ക് പറ്റിയേ? വന്നേ, നമുക്ക് ഒന്നിച്ചു കഴിക്കാം, വാ. എന്നെ വിളിക്കണ്ട, വാപ്പിനോട് വഴക്കാ. വാപ്പി നമസ്കരിക്കാണ്ട് ഞാൻ ഒന്നും തിന്നൂല. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. മോള് പറയുന്നതിലും കാര്യമില്ലേ, നിങ്ങൾക്ക് എന്താ നമസ്കരിച്ചാല്? പെയിന്റ് പണിക്കാരനായ എനിക്ക് എവിടെന്നാ നമസ്കരിക്കാൻ സമയം? കയ്യിലും കാലിലും മുഴുവൻ പെയിന്റ് ആയിരിക്കും, പിന്നെ ഒളു എടുക്കണ്ടേ? അതൊക്കെ മണ്ണെണ്ണ തേച്ചാ പോവൂലേ? ചോറിനാൻ കൈ കഴുകൂലേ? അതുപോലെ ഒളു എടുക്കാൻ കഴിയാലെന്താ? മിസ് പറഞ്ഞല്ലോ എല്ലാരും നമസ്കരിക്കണ വീട് സ്വർഗമാണെന്ന്. എനിക്കിവിടെ അവിടെയും സ്വർഗം വേണം. അവിടെ എന്റെ വാപ്പിയും ഉമ്മയും ഒക്കെ ഉണ്ടായിരിക്കും. എന്ത് രസമായിരിക്കും. എന്റെ പൊന്നുമോളെ, നീയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. എത്ര തിരക്കുണ്ടെങ്കിലും ഇന്നു മുതൽ നമ്മൾ ഒന്നിച്ചു നമസ്കരിക്കും. എന്റെ മോളുടെ ആഗ്രഹം പോലെ നമുക്കിതൊരു സ്വർഗഭവനമാക്കി മാറ്റണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ പുന്നാര വാപ്പി, ചക്കരുമ്മ. അള്ളാഹുവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സ്വഗീറ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിസ്സിന്റെ പേരെന്താ? മിസ്സിന്റെ വീട് എവിടെ? മിസ്സാണോ ഞങ്ങളുടെ ക്ലാസ് മിസ്? മക്കളെ, ഞാനാ നിങ്ങളുടെ ക്ലാസ് മിസ്. എന്റെ പേര് തൻഹ. ആമിർ എന്താ മിണ്ടാതിരിക്കുന്നേ? മോനെ, മോൻ മാത്രം ഒന്നും ചോദിച്ചില്ലല്ലോ. ആ കുട്ടി എന്താ കളിക്കാൻ വരാത്തെ?
അവൻ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഏതോ ഒരു ലോകത്താ അവന്റെ മനസ്സ്. ആമിറിന്റെ ഉമ്മി ഷഹീദായി. അതിനുശേഷം അവൻ ഇങ്ങനെ. അതിനു മുമ്പ് അവനായിരുന്നു എല്ലാത്തിലും ഒന്നാമൻ. കളിയിലും പഠനത്തിലും എല്ലാം. പാവം ആമിർ. അയ്യേ, നീ പഴയ പേഴ്സാണോ മിസ്സിന് കൊടുക്കുന്നേ? അയ്യേ, പഴയ പേഴ്സും പൊട്ടിയ വാച്ചും മിസ് അതാ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടേക്ക്. ഇതൊക്കെ എന്റെ ഉമ്മയുടെയാ. ഇവിടെയൊക്കെ എന്റെ ഉമ്മീന്റെ മണമുണ്ട്. മിസ്സിനെ ഉമ്മീന്ന് വിളിച്ചോട്ടെ. ആമിർ 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 ആമിർ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, കലോത്സവത്തിന്റെ പരിപാടിക്ക് എല്ലാവരും പേര് കൊടുക്കേണ്ട സമയമായി. എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് ഓവറോൾ ട്രോഫി വാങ്ങാനുള്ളതാ. ഓക്കേ മിസ്സേ, ആ കാര്യം ഞങ്ങൾ ഏറ്റു. ആമിറിനെയും കൂടെ ചേർക്കണോട്ടോ. ആമിറിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. നിങ്ങളെല്ലാരും ഇന്നലെ എവിടെ പോയതാ? അവർ ഇന്നലെ ടൂറ് പോയതാടി. നമ്മളെ കൊണ്ടോയില്ല. അതെ, എല്ലാരും കൂടി ബസ്സിൽ കയറി പോയി. നമ്മളിവിടെ ക്ലാസ്സിലിരുന്ന് പഠിത്തം. ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം. അത് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പറയേ, വേഗം പറയേ. കേൾക്കട്ടെ. ഞങ്ങൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയതാ. നിങ്ങൾക്ക് ഉമ്മിനെയും വാപ്പിനെയും ഇഷ്ടമാണോ? പിന്നല്ലാതെ, ഞങ്ങൾക്ക് അവർ ജീവനാ. അവര് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. ഞങ്ങളുടെ പുന്നാര ഉമ്മയും വാപ്പയും. നിങ്ങൾ വലുതായാലും അവർ ഇതേപോലെയൊക്കെ തന്നെ സ്നേഹിക്കോ? പിന്നല്ലാതെ, അവർ ഞങ്ങളുടെ ഉമ്മയും വാപ്പയല്ലേ. അതെ, മാതാപിതാക്കളെ വെറുക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്.
എന്നാൽ നിങ്ങളോട് ഇന്നലത്തെ അനുഭവം പറയാം. എന്റെ റബ്ബേ, എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. അദ്ദേഹം മരിച്ച ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ 3 കൈക്കുഞ്ഞുങ്ങളുമായി പകച്ചു നിന്ന എനിക്ക് താങ്ങും തണലുമായത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ്. നിസ്കാരപ്പായൽ തഹജ്ജുദ് നിസ്കാരത്തിൽ ഇടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാനും എന്റെ മക്കളും. എനിക്കൊരു സർക്കാർ ജോലി കിട്ടിയതോടെയാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് മുന്നോട്ട് നീങ്ങാറായത്. മക്കളെ നന്നായി പഠിപ്പിക്കാനും പറ്റി. അന്നൊക്കെ എത്ര നല്ലവരായിരുന്നു എന്റെ മക്കൾ. എന്നാൽ കാലം മാറി, സൗകര്യങ്ങൾ വന്നതോടെ അവരെല്ലാം എന്നെ മറന്നു. എന്നാലും എന്റെ റബ്ബേ, എന്റെ മക്കളെ നീ കാക്കണേ റബ്ബേ. അവരെ നീ നേർമാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരണേ നാഥാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ എന്തിനാ കരയുന്നത്? എന്റെ മക്കൾക്ക് സുഖാണോന്നാവോ? എന്റെ മോനെ കാണാൻ കൊതിയാണ് റബ്ബേ. ഉമ്മാമാക്ക് മക്കളൊക്കെ ഉണ്ടല്ലേ? ഉമ്മാമ ഇങ്ങനെ ഇവിടെ എത്തിയേ? അത് പിന്നെ എന്റെ വിധി. അല്ലാ, എന്റെ മക്കളെ നീ കാക്കണേ. അവർക്ക് നല്ലത് വരുത്തണേ അല്ലാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാ, റബ്ബേ, എന്റെ കഷായം തീർന്നിട്ട് എത്ര ദിവസമായി. നെഞ്ച് വേദനിച്ചിട്ട് വയ്യ റബ്ബേ. ഓ, തുടങ്ങിയല്ലോ രാവിലെ തന്നെ നാശം. ചുമച്ചിട്ട് തീരെ വയ്യ മോളെ. കുറച്ച് ചൂടുവെള്ളം തരൂ. ഓ, ഇത് വലിയ ശല്യമായല്ലോ. ചൂടുവെള്ളം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏതു നേരവും കുരച്ചുകൊണ്ടിരിക്കും. അല്ലോ, എന്റെ റബ്ബേ, എനിക്ക് വയ്യ. അയ്യേ, എന്താ നിങ്ങൾ ഈ കാണിക്കണേ? ഒന്നുകൂടി വന്നേ. ഈ ഉമ്മ കാണിക്കണ കണ്ടില്ലേ? ഉമ്മ, നിങ്ങൾ എന്തീ കാണിക്കണേ? മോനെ, അത് പിന്നെ ചുമച്ച് അറിയാതെ. കോടികൾ മുടക്കി വീട് പണിയിട്ട് എന്താ കാര്യം? തള്ള കാണിക്കുന്നത് കണ്ടില്ലേ? മൂത്രം കൊണ്ടല്ലേ അഭിഷേകം. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം നിങ്ങളുടെ ഒരു ചുമ. ഹോയ് തള്ളേന ഞാൻ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർക്കം ഓർത്തോളി. ഉദിമതിയാം മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? നമസ്കാരം അപ്പൂപ്പ. നമസ്കാരം കുട്ടികളെ. നിങ്ങൾ എവിടെമ്മ? ഞങ്ങൾ ഇസ്ലാമിക് സ്കൂളിലെ കുട്ടികളാ. ആമു, എന്റെ വേദന മാറ്റി തന്ന എന്റെ പൊന്നു മക്കളുടെ കുഞ്ഞന്യന്മാരും അനിയത്തിമാരും മക്കളും അവരുടെ പാത പിന്തുടരണേ. ഈശ്വര, അതങ്ങനെ വരൂ. ഇസ്ലാമിക്കിലെ താരകങ്ങളല്ലേ. എന്നുവെച്ചാ അപ്പൂപ്പൻ എന്തൊക്കെയായി പറയുന്നേ? അതൊക്കെ എന്റെ കഥകളാ മക്കളെ. എന്താ? ഞങ്ങൾ തണലിൽ നിന്നും ഹോം കെയറിനായി വന്നവരാ. ഇവിടെ വയ്യാത്തൊരച്ഛനുണ്ടെന്നറിഞ്ഞു. ഓ, അതാ മുറിയില. അത് തുറക്കാൻ വയ്യ. വല്ലാത്ത ദുർഗന്ധമാ. ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ. ഓ, നോക്ക്. നോക്കിയിട്ട് എന്താക്കാനാ? ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണിരിൻ കാവലിൽ ആരും തുടച്ചില്ല. അയ്യോ ഈശ്വര, വേദന സഹിക്കാ വയ്യ. അപ്പൂപ്പ കരയാതെ. എവിടെയാ വേദന? മൊത്തം വേദനയാ മക്കളെ. പുറമൊക്കെ കുത്തി തുളയ്ക്കുന്നത് പോലെ എന്തൊക്കെയോ ഇഴയുന്നു. പുകഞ്ഞിട്ട് വയ്യന്റെ ഈശ്വര. അപ്പൂപ്പ വിഷമിക്കാതെ, ഞങ്ങളൊന്ന് നോക്കട്ടെ.
ദൈവമേ, എന്തൊരാശ്വാസം! കുത്തുന്ന വേദനയും ഇഴയലും ഒക്കെ മാറി. എന്തോ ഭാരമൊക്കെ ഒഴിഞ്ഞ പോലെ. മക്കളെ ദൈവം കാക്കും. എത്ര നാളായിരുന്നു ഞാനൊന്ന് ഉറങ്ങിയിട്ട്. മക്കള് നാളെയും വരുമോ? എന്റെ ഈശ്വരാ, ഈ കുഞ്ഞുങ്ങളെ കാക്കണേ. എന്തൊരാശ്വാസമാ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്നേ. സ്വന്തം മക്കൾക്ക് പോലും തോന്നാത്ത ആ കാരുണ്യം. ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, മുറിവും വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ ഭക്ഷണവും കഴിച്ച് അപ്പൂപ്പൻ സമാധാനമായി ഉറങ്ങ്. അപ്പൂപ്പൻ വിഷമിക്കണ്ടാട്ടോ, ഞങ്ങൾ ഇനിയും വരാം. ഹോ, ഈ വൃത്തിയാക്കലിലൊന്നും കാര്യമില്ല. ഇനിയും ഇതന്നെയല്ലേ പണി. റൂം എപ്പോഴും വൃത്തിയായിരിക്കണം, എന്നാലാണ് ഈ പുഴു അരിച്ച വ്രണം മാറുകയുള്ളൂ. നല്ല ക്ഷീണമുണ്ട്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കണോട്ടോ. അപ്പൂപ്പ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. മക്കളെ, ആ തണലിലോട്ട് എന്നെയും കൊണ്ടുപോകോ? ഇവിടെ കിടന്ന എന്നെ നോക്കാൻ ആരുമില്ല. ഞാൻ ഒറ്റക്ക് ഈ മുറിയിൽ. ഈശ്വരാ, യാത്രയായി ഞാറ്റുവേലയും ആത്മസൗഹൃദം നിറഞ്ഞൊരു സൂര്യനും. ഓ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, ഇതാരൊക്കെയാ? ഇന്ന് കുഞ്ഞുമക്കളുമുണ്ടല്ലോ. ഞങ്ങളുടെ കുഞ്ഞനിയന്മാർക്കും എല്ലാരെയും കാണണമെന്ന്, അതാ എല്ലാരെയും കൂട്ടി. ഞങ്ങൾ ഉമ്മാമാക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണാവോ ഒരു സർപ്രൈസ്? അതൊക്കെ ഉണ്ട്. ഉമ്മാമ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അസ്സലാമു അലൈക്കും ഉമ്മിച്ചി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാ, എന്റെ മോനെ. അല്ലാ, എന്റെ ഉമ്മിച്ചി, എന്നോട് പൊറുക്കണേ ഉമ്മിച്ചി. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. ഉമ്മിച്ചി, ഉമ്മിച്ചി, എന്നോട് പൊറുക്കണേ. വലിയ വീടും പത്രാസും എല്ലാം കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. എന്നോട് പൊറുക്കണേ ഉമ്മിച്ചി. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല. ഞാൻ ഇനി ഉമ്മിച്ചിനെ പൊന്നുപോലെ നോക്കിക്കോളാം. നമുക്കിപ്പോ തന്നെ വീട്ടിലേക്ക് പോകാട്ടോ. ഞാൻ എന്റെ ഉമ്മയെ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല. നാദാ, ഞാൻ ചെയ്തതിനൊക്കെ പൊറുക്കണേ. റബ്ബേ, റബ്ബേ, ഈ കുഞ്ഞു മക്കളാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. എത്ര നല്ല മക്കൾ. ഇത്തിരി പോന്ന ഈ കുഞ്ഞുങ്ങൾ നന്മയുടെ കെടാവിളക്കുകളാണ്. അത് പിന്നെ ഇസ്ലാമിക്കിന്റെ പൊൻ താരകങ്ങളാണിവർ. ലോകം മുഴുവൻ വഴികാട്ടിയായ ആകാശ താരകങ്ങളെപ്പോലെ സമൂഹത്തിനു വേണ്ടി നന്മകൾ മാത്രം വിരിയിക്കുന്ന പ്രകാശ താരകത്തിന്റെ പരിമളം പരത്തുന്ന കുഞ്ഞോമനകൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون.